ചരിത്രത്തിൽ ഒരു സുപ്രധാന സ്ഥാനമാണ് തിരുനെല്ലിക്കുള്ളത്. 16-ാം ശതകം വരെയും തിരുനെല്ലി കേരളത്തിലെ സമ്പന്നമായ പട്ടണങ്ങളിൽ ഒന്നായിരുന്നുവെന്നാണ് ചരിത്രം. ചേര രാജാവായ ഭാസ്കര രവിവർമ്മയുടെ കാലത്ത് തിരുനെല്ലി ദക്ഷിണേന്ത്യയിലെ പ്രമുഖ പട്ടണവും തിരുനെല്ലി ക്ഷേത്രം പ്രധാന തീർത്ഥാടന കേന്ദ്രവുമായിരുന്നുവത്രേ. പുരാണങ്ങളിൽ ശ്രീ തിരുനെല്ലി ക്ഷേത്രം ഹരിതശോഭ പൊഴിച്ചുകൊണ്ട് തിളങ്ങി നിൽക്കുന്നു. തിരുനെല്ലി ക്ഷേത്രത്തിന്റെ നാമോച്ചാരണത്താൽ ധർമ്മവും, ദർശനത്താൽ ധനവും, പൂജനത്താൽ ആഗ്രഹവും, ധ്യാനത്താൽ മോക്ഷവും ലഭിക്കുമെന്ന് പത്മപുരാണത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. കൂടാതെ കൊടും പാപങ്ങൾ ചെയ്ത ഏതു മനുഷ്യനും ക്ഷേത്രത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പാപവിമുക്തനായി സംസാരമോഹത്തിൽ നിന്നും മോചിതനാകുമെന്ന് പത്മപുരാണത്തിൽ പറയുന്നു. മഹാവിഷ്ണു ബലിദേവനായി കുടികൊള്ളുന്ന പവിത്രമായ ഇടമാണ് തിരുനെല്ലി. തിരുനെല്ലിയിലേക്ക് സംഗമിക്കുന്നത് 7 തീർത്ഥങ്ങളാണ്. ഇതിൽ പാപനാശിനിക്കാണ് മറ്റ് 6 തീർത്ഥങ്ങളെക്കാൾ പ്രാധാന്യം. പാപനാശിനിയുടെ പ്രാധാന്യമാണ് തിരുനെല്ലിക്ക് പവിത്രത നൽകുന്നത്. ബ്രഹ്മഗിരിയിൽ നിന്നും ഉത്ഭവിച്ച് പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകിയെത്തുന്ന ഔഷധഗുണമുള്ള പാപനാശിനി മനുഷ്യന്റെ പാപത്തെ കഴുകിക്കളഞ്ഞ് അവനെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന പുണ്യതീർത്ഥമാണ്. ക്ഷേത്രസ്ഥാനത്തു നിന്നും പടിഞ്ഞാറു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കരിങ്കൽ പടവുകളിലൂടെ നടന്നു ചെന്നാൽ പാപനാശിനിയിൽ എത്തുകയായി. തിരുനെല്ലിയിലെ ഗംഗാനദിയായ പാപനാശിനിയിൽ മുങ്ങിക്കുളിച്ചാൽ സകല പാപങ്ങൾക്കും പരിഹാരമായെന്നും ഇവിടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ പരേതാത്മാക്കൾക്ക് നിത്യശാന്തി ലഭിക്കുമെന്നും വിശ്വസിച്ചു വരുന്നു. ഇവിടെ ശ്രാദ്ധമൂട്ടിയാൽ ഗയാശ്രാദ്ധത്തിന്റെ ഫലം കിട്ടുമെന്നാണ് വിശ്വാസം. ഇവിടെ വച്ച് പിതൃക്രിയ നടത്തുന്നത് വംശവൃദ്ധിക്കും ഐശ്വര്യത്തിനും പിതൃപ്രീതിക്കും വിശേഷപ്പെട്ടതാണെന്നാണ് വിശ്വസിച്ചു പോരുന്നത്. പാപനാശിനിയിലാണ് വിഖ്യാതമായ പിണ്ടപ്പാറയുള്ളത്. പാപനാശിനിയിലെ വെള്ളം പിണ്ടപ്പാറയിൽ വന്നു വീഴുന്നു. മരിച്ചവർക്കായി പിണ്ടം വയ്ക്കുന്നത് പിണ്ടപ്പാറയിലാണ്. പിണ്ടപ്പാറയെപ്പറ്റി പ്രസിദ്ധമായ ഒരു ഐതിഹ്യമുള്ളത് ഇപ്രകാരമാണ്. പാഷാണഭേദി എന്നു പേരായ ഒരു അസുരനെ മഹാവിഷ്ണു ഒരിക്കൽ ശപിക്കാനിടയായി. വിഷ്ണുവിനാൽ നിഗ്രഹിക്കപ്പെടുമെന്ന് തീർച്ചയായ പാഷാണഭേദിയുടെ അപേക്ഷ മാനിച്ച് വിഷ്ണു അവരെ പുണ്യശിലയാക്കിയെന്നും തിരുനെല്ലി മുതൽ ഗയ വരെയുള്ള ശിലാഖണ്ഡം ഈ അസുരന്റെ ശരീരമാണെന്നുമാണ് ഐതിഹ്യം. മഹാവിഷ്ണുവിന്റെ 6ാമത്തെ അവതാരമായ പരശുരാമന് തിരുനെല്ലിയുമായുള്ള ബന്ധം വളരെ പാവനമാണ്. പരശുരാമൻ തനിക്ക് ശിവനിൽ നിന്നും കിട്ടിയ മഴുകൊണ്ട് 21 തവണ ക്ഷത്രിയ രാജാക്കന്മാരെ വധിച്ച് അവരുടെ രക്തം കൊണ്ട് സെമന്തപഞ്ചകം എന്ന തടാകം നിറച്ചതായി ഒരു ഐതിഹ്യമുണ്ട്. ഈ വീരഹത്യാ പാപനിവൃത്തിക്കായി ഭൂമി മുഴുവൻ പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. ഇതിനും പുറമെ പരശുരാമൻ തൻ്റെ പിതാവിൻ്റെ കൽപ്പനയനുസരിച്ച് സ്വന്തം മാതാവിനെ വധിക്കേണ്ടി വന്നു. ദുഃഖിതനും പശ്ചാത്താപ വിവശനുമായി തീർന്ന പരശുരാമൻ പാപപരിഹാരാർത്ഥം പല പുണ്യസ്ഥലങ്ങളിലും പോയി പ്രാർത്ഥനയും കർമ്മങ്ങളും നടത്തിയെങ്കിലും മനസ്സംതൃപ്തി കൈവരാതെ അവസാനം തിരുനെല്ലി ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ബലികർമാദികൾ നടത്തിയെന്നാണ് ഐതിഹ്യം. പരശുരാമന്റെ കർമ്മഫലത്തിൽ സംതൃപ്തനായ പിതാവ് ജമദഗ്നി മഹർഷി ദേവന്മാരോടുകൂടി അലങ്കരിച്ച രഥത്തിൽ ഇവിടെ വന്ന് പരശുരാമനെ അനുഗ്രഹിച്ചുവെന്നാണ് വിശ്വാസം. വനവാസകാലത്ത് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും ദശരഥന്റെ മരണവൃത്താന്തം അറിഞ്ഞത് തിരുനെല്ലിയിൽ വച്ചാണെന്നും അവർ ഇവിടുത്തെ പാപനാശിനിയിൽ മുങ്ങിക്കുളിച്ച് പിതൃകർമ്മം നടത്തിയെന്നുമാണ് പഴമ.